എല്ലാവർക്കും പത്രമാധ്യമങ്ങളിൽ കൂടിയും ഭദ്രാസ് സഭാ കേന്ദ്രത്തിൽ നിന്നും ഭദ്രാസന കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിയിപ്പിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. മലങ്കര സഭയ്ക്ക് ഏറ്റതായ വലിയ പ്രഹരം ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെയും ലഭിക്കാത്തതായ ഒരു വലിയ പ്രഹരം ഏറ്റതിന്റെ പ്രയാസവും ദുഃഖവും ലോകത്തെ അറിയിക്കുവാനായിട്ടും അതിനുള്ള പ്രതിഷേധം അറിയിക്കുവാനുമായിട്ടാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. അക്രമം പ്രവർത്തിച്ച് സ്ഥലങ്ങൾ കൈയേറുന്നതായ ആളുകൾ എന്ന് പറയുന്നത് പരിഷ്കൃത മുളയിൽ തന്നെ നുള്ളിക്കളയുന്നതിന് ഇവിടുത്തെ ഭരണാധികാരികൾ ശ്രമിച്ചില്ല എങ്കിൽ ഇത് വളരെയധികം ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതായ മുന്നറിയിപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. പാതിരാത്രിയിൽ അവിടെ ഒരു സംഘം ആളുകൾ മലങ്കര സഭയുടെ അധീനതയുള്ള സ്ഥാനത്ത് കയറി അവിടെ അതിക്രമം കാണിച്ചത് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലുള്ളതായിരിക്കുന്ന തൃക്കുത്തത് സെമിനാരിയിൽ കാണിച്ചത് ഇവിടുത്തെ ഭരണാധികാരികൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവരുടെ ഒത്താശയോടാണ് ജില്ലാ ഭരണകൂടവും ജില്ലയിലെ ആളുകളും അതിന് ഉത്തരവാദികളാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്രകാരം കാടത്തമായിരിക്കുന്ന കാര്യങ്ങള് നിർവഹിക്കുവാനായിട്ട് ഒരു വിഭാഗം ആളുകളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തതായ ജില്ലാ ഭരണകൂടം മലങ്കര സഭയോട് ക്ഷമ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഈ സമയത്ത് ഓർമ്മിക്കുക. മലങ്കര സഭ അക്രമ സംഘടനകളെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി യാക്കോബായ സഭ എന്ന് പറയുന്ന ഭീകര സംഘടനയെ അനധികൃതമായി പള്ളികളിൽ കയറുവാനോ പള്ളികളിൽ ആരാധന നടത്തുവാനോ മലങ്കര സഭയോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ വിഭാഗമോ ഇതുവരെ ആരെയും ഉപദേശിച്ചിട്ടില്ല, ആരോടും പഠിപ്പിച്ചിട്ടുമില്ല. നേരെ മറിച്ച് ഞങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിൽ എല്ലാ അവകാശവും ഉണ്ട് എന്ന് പറയുന്നവര് എന്തിനാണ് പാതിരാത്രിയിൽ പള്ളിയിൽ കയറിയതെന്ന് ഉത്തരം പറയണം. എല്ലാ അവകാശങ്ങളും എന്റേതാണ്. ഇന്നത്തെ പത്രത്തിലും എഴുതി 99% വിശ്വാസികളും ഞങ്ങളുടെ കൂടെയാണ്. അങ്ങനെയെങ്കിൽ 99% വിശ്വാസികളുള്ളവർക്ക് പാതിരാത്രിയിലാണോ പള്ളിയിൽ കയറേണ്ടത്? ഇതുപോലുള്ളതായ ആളുകൾ വന്നുകൂടിയിരിക്കുന്നത് സംസ്കാരമുള്ളവരും മനുഷ്യനോട് സമാധാനപരമായി ചിന്തിക്കുന്നവരുമാണ്. ഒരു വൈദികനെ നിഷ്ഠൂരമായി ചവിട്ടുവാൻ തക്കവണ്ണം തയ്യാറായ മെത്രാപ്പൊലീത്ത ക്രൈസ്തവ ലോകത്ത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം വേദനാജനകമായ സംഭവമാണ്. മലങ്കര സഭ തൃക്കുത്തത് സെമിനാരി എന്നും കാത്തു സൂക്ഷിക്കുമെന്നുള്ളത് ഓർക്കണം. മലങ്കര സഭയിലെ ഒരു കുഞ്ഞിന്റെയും ഒരു ആളിന്റെയെങ്കിലും രക്തത്തിൽ മാറാതെ ഈ തൃക്കുത്തത് സെമിനാരി ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അതിന് വെച്ചതായ വെള്ളം വാങ്ങി വെച്ച് കുളിച്ചുകൊള്ളുക. അതുകൊണ്ട് മലങ്കര സഭ ഇതിന് തയ്യാറായി നിൽക്കുകയാണ്. മലങ്കര സഭയിലെ ഏത് മെത്രാനെയും ഇനി തല്ലുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാം തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, തിരിച്ചു തല്ലുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. നേരെ മറിച്ച് ഈ സഭയ്ക്ക് വേണ്ടി ഏത് പ്രാണത്യാഗവും ചെയ്യുവാൻ മനസ്സോടും തയ്യാറെടുപ്പോടും കൂടെ വന്നിരിക്കുന്ന മെത്രാശന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഒരിക്കലും അതിൽ നീട്ടി ഞങ്ങൾ പുറകോട്ട് പോവുകയില്ല എന്നുള്ള കാര്യം മാത്രം അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നന്ദി.